ഹലോ സുഹൃത്തുക്കളെ, എന്തല്ല സുഖല്ലേ? നമ്മളിന്ന് ലാലേട്ടന്റെ വൃഷഭ അങ്ങനത്തെ മൂവി പുതിയ ടീസർ വന്നില്ലേ, ഒന്ന് കണ്ടാലോ? അതിന്റെ ഒരു ടീസർ റിയാക്ഷൻ ആണേ. സംഭവം എങ്ങനെയുണ്ട് നോക്കാം. ആസ് എ ലാലേട്ടൻ ഫാൻ ഐ എം എക്സൈറ്റഡ്. കുറച്ച് ഡിലേ ആയി, എനിക്കറിയാം. ഞാനിത് ടീസർ കണ്ടില്ല, ടീസർ കാണണം. ഒരുമിച്ചിരുന്ന് കാണാം. ചാനൽ ആദ്യം കാണുന്ന ആൾക്കാർ ഒന്ന് സബ് ചെയ്ത് കൂടെ കുടിക്കൂ. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്തു, അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കൂ. ഓക്കെ, സോ വായോ നമുക്ക് ഒരുമിച്ച് കാണാം. ഋഷഭയുടെ ടീസർ. ഋഷഭയുടെ ടീസർ കേട്ടോ. ആൻഡ് ഹിയർ ഇറ്റ് ഗോസ്. ഓക്കെ, AVS സ്റ്റുഡിയോസ് ആണ്. ആരടാ അത്? രാജകൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ. ഹായ് കുഞ്ഞാവ. ഒരു സെറ്റ് കൊള്ളാട്ടോ, ഒരു ബാഹുബലി സെറ്റിന്റെ വൈബ്. പ്രണയം സ്വാഭാവികം. വെൻ ഡെസ്റ്റിനി കോൾസ് ബ്ലഡ് മസ്റ്റ് അപ്പിയർ എന്തോ പറഞ്ഞു. ഓ മാൻ, ശരിക്കും എന്റെ പോലെ. വേറെ എന്താ വേണ്ടേ? അസേ മോഹൻലാൽ ഫാൻ വേറെ എന്താ വേണ്ടേ? വൃഷഭ എന്റെ പൊന്നോ, കൊള്ളാം. എടാ കൊള്ളടാ. ഓക്കെ, ന്യൂ ജനറേഷൻ സംഭവം. ശോഭ കമൂർ, കുമാർ. ഓക്കെ ഫൈൻ. ഡയറക്ഷൻ ആരാടാ? ഋഷഭ. ഓക്കെ. ദ റോർ ബിഗിൻസ് ഇൻ തിയേറ്റേഴ്സ് December 25th. അല്ല, December 25 പടം കേട്ടോ. ഉറപ്പായി നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ. എന്തായാലും പരസ്യം വരുന്നതിനിടയ്ക്ക്. സോ അപ്പം നിങ്ങളെ പോലെ ഞാനും എക്സൈറ്റഡ് ആണ് പടം കാണാൻ കേട്ടോ. വൃഷഭ കൊള്ളടാ, ശരിക്കും ഇഷ്ടപ്പെട്ടു. ആസ് എ മോഹൻലാൽ ഫാൻ എന്ന രീതിക്ക് പടം ഗംഭീരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗംഭീരം ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരു ബൈലിംഗ്വൽ മൂവി, അതായത് ഒരേ സമയം മലയാളത്തിലും തെലുങ്കിലും ഷൂട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി ആന്റണി സാംസൺ ആണ്. സൗണ്ട് ഡിസൈനേഴ്സ് റസൂൽ പൂക്കുട്ടി ആൻഡ് വിജയ് കുമാർ ആണ്. സ്വാഭാവികം, റസൂൽ പൂക്കുട്ടിന്റെ ഡിസൈനിങ് ആണ് പിന്നെ എന്നെ പറയാനുള്ളത്. സൗണ്ട് ഡിസൈനിങ് അടിപൊളിയായിരിക്കും. അത് ടീസറിൽ കാണാനുമുണ്ട്. ആൻഡ് കാസ്റ്റിംഗ്: മോഹൻലാൽ, സമർജിത് ലങ്കേഷ്, നയൻ സരിക, രാഗിണി ദ്വിവേദി, അജയ്, നേഹ സക്സേന. ഒരു അജയ് ഉണ്ട്, ഈ അജയ് അല്ല, വേറെ അജയ് കേട്ടോ. ആൻഡ് മച്ച് എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഫൈറ്റ് കോറിയോഗ്രാഫി ഈസ് ബൈ പീറ്റർ ഹെയ്ൻ. ആ ഒരു പേര്, പീറ്റർ ഹെയ്ൻ, സ്റ്റെൻഡ് സിൽവ, ഗണേശൻ നിഖിൽ. പീറ്റർ ഹെയ്ന്റെ സ്റ്റൺസ്, പീറ്റർ ഹെയ്ന്റെ ആക്ഷൻ ഡയറക്ഷൻ ഒന്നും പറയാനില്ല, അടിപൊളിയാണേ. സോ അതാണ് സംഭവം. ബാക്കിയൊക്കെ തെലുഗു അറ്റാച്ച് ആണ്, എനിക്ക് കൃത്യമായി അറിയത്തില്ല. ഡയറക്ഷൻ, മിക്സിങ് സംഭവങ്ങളൊക്കെ ഫൈൻ. എന്തായാലും ബൈലിംഗ്വൽ മൂവിയാണ്. മലയാളവും തെലുഗും ഒരേ സമയം ഷൂട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് നമ്മുടെ വൃഷഭ. അത് ഡബ് ചെയ്തേക്കുന്നത് കന്നഡയിലേക്കും ഹിന്ദിയിലേക്കും ഡബ് ചെയ്ത് ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് റിലീസ് വരുന്നത് December 25. ഐ എം എക്സൈറ്റഡ്. ഇവിടെ ഒമാനിൽ റിലീസ് ഉണ്ടെങ്കിൽ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം. ഉണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ പോയി കാണുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ അതിന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാട്ടോ. ടീച്ചർ എന്ന സംഭവം സെറ്റാക്കി നോക്കാം, ഡീകോഡ് നോക്കാം. ഒരു രാജകൊട്ടാരം വൈബ് ടീംസ് കാര്യങ്ങൾ. ഓക്കെ ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. പ്രസവം നോക്കി, ഒരു ജനനം വരുന്നു. സിംഹത്തല. ഇതാരാണ്? ഇരിക്കുന്ന ആളെ നോട്ടോട്ട് വെച്ചോ. ബാഹുബലിയിലെ കട്ടപ്പന പോലെ. എടാ, എനിക്കൊരു മോഹൻലാലിന്റെ കുട്ടിക്കാലമാണെന്ന്. മോഹൻലാലിന്റെ കുട്ടിക്കാലം, മോഹൻലാലിന്റെ മകനാണ് ഈ ജനിച്ചേക്കുന്ന ആള്. സോ നമ്മുടെ ബാഹുബലിയിലെ സെയിം സെറ്റപ്പ് തന്നെ. ഓക്കെ, ഇത് മോഹൻലാലിന്റെ ഒരു യങ്ങർ വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. ഐ ഹോപ്പ് സോ. ഓക്കെ, രാജാവിന്റെ വിളിക്കുന്നു. പ്രണയം, സ്വാഭാവികമായിട്ടും പ്രണയത്തിന്റെ പേരിലാണല്ലോ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും മനുഷ്യരും തമ്മിൽ അടിക്കുന്നത്.
അതിനിടയ്ക്ക് എന്തോ എഴുതി കാണിച്ചോ, ഞാൻ നോക്കിയില്ല, ഒരു മിനിറ്റ്. എന്തോ എഴുതി കാണിച്ചു. വാട്ട് ഈസ് ദാറ്റ്? വെൻ ഡെസ്റ്റിനി കോൾസ് ബ്ലഡ് മസ്റ്റ് ആൻസർ. യെസ്, ചോര കൊണ്ട് വേണം വിധി എഴുതാൻ. കൊള്ളാം കൊള്ളാം. ലാലേട്ടൻ്റെ ആ ഒരു ഇത്. ഈ ഒരു സംഭവം നിങ്ങൾ നോട്ട് വെച്ചിട്ടോ. ഈ ഒരു സാധനമാണ് ഇൻ കേസ് തിയേറ്ററിൽ ലാലേട്ടൻ്റെ ഇൻട്രോ എങ്കിൽ തിയേറ്റർ കിടന്ന് കത്തും. ഒന്നും പറയാനില്ല, തിയേറ്റർ കിടന്ന് കത്തും. ഇങ്ങനത്തെ ഒരു മാസ് ഇൻട്രോ കൊടുക്കുവാണെങ്കിൽ, ഇഫ് ദിസ് ഈസ് ദ ഇൻട്രോ, ഒന്നും എനിക്ക് പറയാനില്ല, സംഭവം വേറെ വേറെ ലെവലായിരിക്കും. ഐ എക്സ്പെക്ട് സോ. കുറേ ആൾക്കാരുടെ ഗ്യാതറിങ്ങിനിടയ്ക്ക് എന്തോ പൂജയോ എന്തോ സംഭവം തോന്നുന്നു, പെണ്ണുങ്ങളും കാര്യങ്ങളും, യുദ്ധമല്ല. സോ എന്തോ ഒരു പൂജാ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തോ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ അത് കുറേ മുഖംമൂടിയിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് കാണും. ബാക്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ കുറച്ച് മുഖംമൂടി കള്ളന്മാരുണ്ട്, മുഖംമൂടിയുടെ കുറച്ച് ആൾക്കാരുണ്ട്, കറുത്ത ആൾക്കാർ. സോ ആ മുഖംമൂടി ഇട്ടിയ ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് കയറി വന്നാൽ നോക്കിക്കോണം നിങ്ങൾ. സി ആ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടോ, മുഖംമൂടി. സോ ഇതാണ് ആ മുഖംമൂടി ഇട്ട ആൾക്കാരെ കള്ളന്മാര്. ബ്ലാക്ക് യൂഷ്വലി കള്ളന്മാരെ പോലെ തോന്നുന്നേ അല്ലേ? കള്ളന്മാരുടെ ഡ്രസ്സ്, ബ്ലാക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊള്ളക്കാര്, യൂഷ്വലി പഴയ കാലമാണല്ലോ കള്ളന്മാരുള്ള കൊള്ളക്കാര്. അതിലേക്ക് കൊള്ളക്കാരെ ആക്രമിച്ച് കയറുകയാണ്. ആ ഒരു എന്തെങ്കിലും അമ്പലത്തിലെ ഉത്സവ കാര്യങ്ങളായിരിക്കും, അതിലേക്ക് കൊള്ളക്കാരെ ആക്രമിച്ച് കയറുന്നു. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ലാലേട്ടന്റെ ഇൻട്രോ എങ്കിൽ ഇത് കത്തും, ഉറപ്പാ. ആ ഒരു ഇൻട്രോസിങ് കത്തും. ബാക്കി പടം എങ്ങനെയെങ്കിലും ആട്ടെ, പക്ഷെ ആ ഒരു ഇൻട്രോസിങ് കത്തും. നോക്കിക്കോണം നിങ്ങളെ. ആ കള്ളന്മാർ കയറുന്ന അവിടെ തന്നെ ഒരു സെക്കൻഡ് കട്ടുമാർ കൊടുക്കുന്നുള്ളൂ. വാളെടുക്കുന്നു. ജമ്പ് ആൻഡ് ഫൈറ്റ്. സി ഇതാ ഞാൻ പറഞ്ഞത്, അവരുടെ കയ്യിലുള്ള ആയുധം നോക്കി നിങ്ങൾ. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞത് ജസ്റ്റ് നമ്മുടെ ഇരുമ്പിന്റെ കോടാരി പോലത്തെ ഐറ്റംസും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ്. സോ നമ്മുടെ ഒന്നുകിൽ ബാഹുബലിയിൽ കാലകേൻ ടൈപ്പ് ആൾക്കാർ, അല്ലെങ്കിൽ കൊള്ളക്കാരാണ് അവർ വന്നേക്കുന്നത്. അവരായിട്ടുള്ളൊരു ഫൈറ്റിന്റെ ഇടയ്ക്ക് ആ ഒരു മാസ് ഗ്യാതറിങ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഗ്യാതറിങ്ങിന്റെ ഇടയ്ക്ക് നടക്കുന്ന പരിപാടിയാണ് ഈ ഒരു ഇൻട്രോ. ആണെങ്കിൽ വേറെ ലെവലായിരിക്കും, ഒന്നും പറയാനില്ല, സംഭവം വേറെ ലെവലായിരിക്കും. വൃഷഭ, നന്ദകിഷോർ, പെട്ടെന്ന് ആരുടെ പേര്, നന്ദകിഷോർ. സോ മെയിൻ നായകൻ ലാലേട്ടൻ തന്നെ. അതിൻ്റെ അപ്പുറത്ത് വേറെ ആരും ടീച്ചർ കാണിച്ചിട്ടില്ല. ഇത് പുതിയ കാലഘട്ടം. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാഹുബലിയൊക്കെ ഉള്ളതുപോലെ തന്നെ പുതിയൊരു കാലഘട്ടം. അവിടുന്ന് എന്തെങ്കിലും സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകുന്നു പഴയ കാലഘട്ടത്തിലേക്ക്. അല്ലെങ്കിൽ മോഹൻലാൽ മകന്റെ മടി കിടക്കുന്നതാണ് ആ ഒരു എന്താണ് അച്ഛനും മകനും തമ്മിലുള്ള അഫെക്ഷൻ, അതുകൊണ്ട് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ മോഹൻലാല് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു ഡിപ്രസ്ഡ് ആയി കിടക്കുന്ന ഒരാളെ പോലെ തോന്നുന്നേ. അപ്പൊ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇഷ്യൂസ് പുള്ളിക്ക് പഴയ കാലഘട്ടത്തിലേക്ക് റിക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരാളാണ്. എന്നിട്ട് അവിടുന്ന് എന്താണ് നമ്മുടെ പുള്ളിയുടെ മകന്റെ ഇത് കിടക്കുന്നു, അവിടുന്ന് കഥകൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. അവിടുന്ന് ഒരു സ്റ്റോറി ബിൽഡിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് എൻ്റെ ഒരു ബ്ലൈൻഡ് ഗസ് ആണ്. ഇത് നിങ്ങൾ കാര്യമൊക്കെ ചെയ്യേണ്ട, ഞാൻ പറയുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഗസ്സാന്ന് തോന്നുന്നു. അവിടുന്ന് ദ സ്റ്റോറി ബിഗിൻസ്. സോ പാർട്ട് 1 അങ്ങനെ 2 ഒന്നും കൊടുത്തിട്ടില്ല, ഒറ്റ പാർട്ടുള്ളൂ, ഒറ്റ മൂവിയുള്ളൂ, വൃഷഭ. സോ വൃഷഭ. ശോഭ കപൂർ, ഗീത കപൂർ. ഓക്കേ അഭിഷേക്. കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. വൃഷഭ. ദ റോർ ബിഗിൻസ് ഇൻ തിയേറ്റർ December 25. എല്ലാവർക്കും ലീവുള്ള സമയം, എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. സോ ആണ് സംഭവം. വൃഷഭ ടീസർ റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സംഭവം എന്തായാലും ഉറപ്പായിട്ടും ഞാൻ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ കണ്ടിരിക്കും. ഓക്കെ, അതിന്റെ അഭിപ്രായം പറയാട്ടോ. ആസ് എ മോഹൻലാൽ ഫാൻ ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് മോഹൻലാലിനെ ആ ടീസറിൽ കൊടുത്ത ഇൻട്രോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് തിയേറ്ററിലെങ്കിൽ മൂവി ഈസ് ഗോയിങ് ടു ഹിറ്റ് എന്ന് പറയാം. പിന്നെ ബാക്കി സ്റ്റോറി ബിൽഡിങ്, ക്യാരക്ടേഴ്സ് ബിൽഡിങ് എല്ലാം വരുന്നതായിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് റീസെന്റ് തെലുഗുന്ന് വരുന്ന മൂവീസ്, എസ്പെഷ്യലി ഒരു ചരിത്രപരമായ മൂവീസ് ഒക്കെ അവർ എടുത്തു വെച്ചേക്കുന്ന രീതിയൊക്കെ വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ്. ഒന്നാമത്തെ കാര്യം അവർക്കുള്ള രാമോജി ഫിലിം സിറ്റി, അതിൻ്റെ യൂസേജുകൾ ആൻഡ് ദ ബഡ്ജറ്റ് ദേ പുട്ട് ഇൻ ടു മൂവീസ്. അങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഒക്കെ വരുമ്പോഴല്ലോ ഒന്നും പറയാനില്ല. എന്തായാലും എക്സൈറ്റഡ് ആണ്. ട്രെയിലർ വരട്ടെ, അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കാര്യങ്ങൾ പറയാം.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്ബും കൂടി ചെയ്ത് കൂടെ കൂടുക. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് നഷ്ടമുള്ള കാര്യമൊന്നുമല്ലോ. ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കൂടെ കുടിക്കോ. ഇനിയും വീഡിയോസ് കാണാം, ഇനി ലൈവ് സ്ട്രീംസിലൊക്കെ വരിക. അത്രേ ഉള്ളൂ. മറ്റൊരു ട്രെയിലർ അല്ലെങ്കിൽ ടീസർ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും സലാം, ടാറ്റാ.